മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എഞ്ചിനീയേഴ്സിനെ നമുക്ക് കാണാം. നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ തിളങ്ങുന്നുണ്ട് ഓരോരുത്തർ. ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു എഞ്ചിനീയർ ആണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില് എന്റെ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ശാലിനി. ഇന്നത്തെ എന്റെ ഗസ്റ്റിന്റെ പേര് ഞാൻ പറയണേക്കാളും നല്ലത് സ്വന്തമായിട്ട് പറയണല്ലേ? അതെ അതെ, പറഞ്ഞോളൂ. ഞാൻ സൈജു കുറുപ്പ്. ഫുൾ നെയിം പറയാൻ പറയുമ്പോ ഞാൻ സൈജു ഗോവിന്ദക്കുറുപ്പ്. ആദ്യത്തെ പടം മയൂഖത്തിൽ തുടങ്ങിയിട്ട് 2016 വരെയുള്ള ഈ ഒരു ജേർണീനെ എങ്ങനെയാ കാണുന്നത് സൈജു? ജേർണി വാസ് പ്രിറ്റി ടഫ്, സ്റ്റിൽ ടഫ്, ബട്ട് ടഫ്നെസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 2013 മുമ്പുള്ള ഒരു ടഫ്നെസ് ആയിരുന്നു കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു ടഫ്നെസ്. റൈറ്റ് നൗ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇറ്റ്സ് നോട്ട് എ പാത്ത് വിച്ച് ഈസ് ഫുൾ ഓഫ് ഒളി പെറ്റൽസ്. തോൺസ് ഒരുപാടുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ നോക്കി കണ്ടുമൊക്കെ മുമ്പോട്ട് പോയാൽ ഒരുപക്ഷെ ചിലപ്പം സൈജു കുറുപ്പ് എന്ന് പറഞ്ഞൊരു നടൻ ഇവിടെ ഉണ്ടാകുമായിരിക്കും. അത് ഞാനും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനത്തെ സിനിമകളാണ് ചെയ്യുന്നത്, ഞാൻ എങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം കഥാപാത്രങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടെ കാണും. ഇപ്പൊ 2016 പക്ഷെ 2013 തൊട്ട് ഏതൊരു സംവിധായകനും ഒരു സിനിമ എടുക്കുമ്പോൾ ആരൊക്കെ വേണം തീരുമാനിക്കുമ്പോൾ അതിൽ ഒരു പേരെന്തായാലും സൈജുവിനെ കാണുന്നു തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ ഇന്നും ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, സൈജു കുറുപ്പല്ലേ, സൈജു കുറുപ്പില്ലാത്ത സിനിമയില്ലല്ലോ. അതന്നെ, സൈജു കുറുപ്പില്ലാത്ത സിനിമകളുണ്ട്. ഞാനുള്ള സിനിമകൾ ചിലപ്പം കോയിൻസിഡന്റലി അവർ കാണുന്നതുകൊണ്ടായിരിക്കും, അത് മാത്രം കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കെന്നെ തോന്നുന്നത്. ഇപ്പൊ റിലീസായ പല പടങ്ങളിലും ഞാൻ ഇല്ലാത്ത പടങ്ങൾ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ദേ ആർ ഡെഫിനറ്റ്ലി പ്രിഫറിംഗ് മീ ടു ഡു ക്യാരക്ടേഴ്സ്. ആക്ടിംഗിൽ ഭയങ്കര സംഭവം അല്ലെങ്കിൽ പോലും ഐ മൈറ്റ് ബി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത്. ഇപ്പം നമുക്ക് പരിചയമുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഒക്കെ തന്നെയാണല്ലോ ഡെബ്യൂട്ടന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്നെ നേരത്തെ പരിചയമുണ്ട്. അപ്പം അതിന്റെ ഒരു കംഫർട്ട് ലെവൽ ആയിരിക്കും അവർ ചിലപ്പം കഥ എഴുതുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു കഥ വരുമ്പോഴത്തേക്കും ഒരു കഥാപാത്രം എന്നാ പിന്നെ പോട്ടെ പാവം സൈജു കുറുപ്പ്, സൈജു ചേട്ടനെ ഒന്ന് വിളിച്ച് എന്താണ്, അതൊരു ഭയങ്കര ഭാഗ്യമാണ് എന്റെ. അല്ല, ഈ കംഫർട്ടബിൾ ആവുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരിക്കൽ വിളിച്ചൊരു വീണ്ടും വിളിക്കണ്ടോ? തീർച്ചയായും. പണ്ട് സംഭവിക്കില്ലായിരുന്നു. പണ്ട് സംഭവിക്കാത്തത് ചിലപ്പം യങ്സ്റ്റേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് നമ്മുടെ സക്സസിനെയും ഫെയിലിയേഴ്സിനെയും കാണുന്നത്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പം ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറമാൻ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ വോട്ടെവർ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ. അതിന്റെ സക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ അങ്ങനെയല്ല. അവര് ഒരു ഫെയിലിയർ ആയ ഒരു ആക്ടറെയും അവര് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാണ്. ചിലപ്പോൾ VKP പോലത്തെ ഉള്ള സംവിധായകരുണ്ട്, അല്ലെങ്കിൽ അനൂപ് മേനോനെ പോലത്തെ ഉള്ള റൈറ്റേഴ്സ് ഉണ്ട്. അവര് ഞാനൊരു വളരെ മോശപ്പെട്ട അവസ്ഥയിലിരുന്നപ്പോൾ, എനിക്ക് സിനിമകളൊന്നും ഇല്ലാഞ്ഞ സമയത്ത്, ഞാൻ ഫെയിലായിരുന്ന സമയത്ത് ആണ് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജിൽ ഷിബു വള്ളാനി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിലേക്ക് അവർ ഫിക്സ് ചെയ്തത്. പക്ഷെ മെജോറിറ്റി ആ സമയത്ത് സക്സസിന്റെ ഒരു ഷാഡോയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു. എനിക്ക് സ്പോട്ട്ലൈറ്റിൽ വരുന്നവരോടൊക്കെ ചോദിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ന്യൂ ജനറേഷനെ കുറിച്ചും ഓൾഡ് ജനറേഷനെ കുറിച്ചും. പക്ഷെ ഞാനിത് ചോദിക്കാൻ വേണ്ടി ന്യൂ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് കൂടെ ചീത്ത കേൾക്കാറുണ്ട്. ഈ ന്യൂ ജനറേഷൻ ഫിലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ അതിനൊരു വേറെ ഡെഫിനിഷൻ കൊടുത്തു. കഞ്ചാവ്, ആൽക്കഹോൾ, പിന്നെ തെറി യൂസ്. അതുകൊണ്ടാണ് ചിലപ്പം ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ പിടിക്കാത്തത്. പക്ഷെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോൾ എപ്പോഴും ന്യൂ ജനറേഷൻ വന്നോണ്ടിരിക്കുമല്ലേ. ഒരു 10-20 വർഷം 30 വർഷം മുമ്പൊക്കെ ആ സമയത്ത് അവർക്ക് ന്യൂ ജനറേഷൻ ആയിരുന്നു. എന്നാ പിന്നെ ന്യൂ ജനറേഷൻ ധൈര്യമായിട്ട് പറയാം. ഈ ന്യൂ ജനറേഷന്റെ കൂടെ അഭിനയിക്കാനാണോ കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ? ഓൾഡ് ജനറേഷൻ ഇല്ല. ഇപ്പം രണ്ടാമത്തെ ഒരു ഇതിട്ടില്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഐ ആം മോർ കംഫർട്ടബിൾ വിത്ത് ന്യൂ ജനറേഷൻ. കുറച്ചുകൂടെ എന്റെ മനസ്സിൽ പേടിയില്ല. ഇപ്പം ഞാൻ ഇത്തരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വലിയ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെറിയ 1% ഒരു ഭയം കാണും. അപ്പം ഈ ഭയം എന്തിനാ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ലപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടുള്ളൊരു ഭയമാണ്. അതായത് ഇപ്പം ഡയലോഗ് തെറ്റിയാൽ ചീത്ത കേൾക്കുന്നുള്ളതല്ല, ഈ സീനിയർ ഡയറക്ടറുടെ മുമ്പിൽ നമ്മുടെ വില പോകുമെന്നുള്ളൊരു സാധനം. അപ്പൊ അത് നമ്മള് നാളെയും അദ്ദേഹത്തിന്റെ പടത്തിൽ നമ്മളെ കാസ്റ്റ് ചെയ്യണം. അപ്പം ആ ഒരു പേടി കാരണം ഡയലോഗ് ഉറപ്പായിട്ടും തെറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ന്യൂ ജനറേഷൻ യങ്സ്റ്റർ ഡയറക്ടേഴ്സിന്റെ അവിടെ പ്രശ്നമേ ഇല്ല. അല്ല, വേറൊരു കാര്യമുണ്ട്, അതിൽ സൈജു സീനിയർ ആണല്ലോ. ആ ഒരു പോയിന്റും ഉണ്ട്. സത്യം പറ, കുറെ അരി പെറുക്കിയിട്ടുണ്ടോ? അരി പെറുക്കിയിട്ടുണ്ടോ? കുറെ അരി പെറുക്കിയിട്ടൊന്നുമില്ല. പക്ഷെ മിക്കവാറും സിനിമകളിൽ ഒരു പ്രാവശ്യം അരി പെറുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭയങ്കര മെമ്മറി ഉള്ള ആളോ അല്ലെങ്കിൽ ഞാനൊരു പക്ക ആക്ടറോ അങ്ങനത്തെ ഉള്ള ഒരു ആളെ അല്ല. ഞാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 11 വർഷമായി. പക്ഷെ ഇപ്പോഴും എന്താണ് അരി പെറുക്കുന്നൊക്കെ ഉണ്ട്. സാരില്ല, 5.5 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത ആളല്ലേ? അപ്പൊ ഒരു 11 വർഷമൊക്കെ വളരെ കുറവാണ്. കുറച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ സംവിധായകരുടെ അടുത്തുനിന്ന്? ഹരിയൻ സാറിന്റെ ചീത്ത കേട്ടിട്ടുണ്ട്. ഹരിയൻ സാറിന്റെ അത്യാവശ്യം ഒരു 3 പ്രാവശ്യം വളരെ നല്ലപോലെ ചീത്ത കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10 പ്രാവശ്യം വളരെ ചെറുതായിട്ടും ചീത്ത കേട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ദേഷ്യമൊക്കെ മാറിയിട്ട് പുള്ളിനെ വന്നിട്ട് തോളൊക്കെ ആയിട്ടിട്ട് 2 അടിയൊക്കെ തന്നിട്ട് എന്താണ് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ്
പറഞ്ഞ് അങ്ങനത്തെ ഒരു പാമ്പറിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന്. അപ്പൊ അത് കാരണം ഫീലിംഗ്സ് ഉണ്ടായിട്ടില്ല. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു സൈജുന് സിനിമയ്ക്ക് വരുമ്പോ? 24 വയസ്സ്. 24 വയസ്സിൽ നമുക്ക് ഭയങ്കര ദേഷ്യം, നമ്മൾ ഭയങ്കര എക്സ്പ്രസീവ് ആവില്ലേ ആ സമയത്തേക്ക്? ഇമോഷൻസ് ഒക്കെ ഇത്തിരി കൂടുതലായിരിക്കും, കൺട്രോൾ ചെയ്യാനൊന്നും അറിയില്ലായിരിക്കും ഇല്ല. എനിക്ക് ബേസിക്കലി അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കരച്ചിൽ വരില്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും സംഭവിക്കുമോ, പാവപ്പെട്ട ഞാൻ ഉദ്ദേശിക്കുന്ന കാശില്ലാത്ത ആൾക്കല്ല ഞാൻ പറഞ്ഞൊരു സാധുവായിട്ടുള്ളൊരു ആള്, അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കണ്ണൊക്കെ നിറയും. എന്റെ അമ്മ കരഞ്ഞാൽ ഞാൻ കരയും, പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ കരയാറില്ല. എനിക്ക് എന്റെ ഭാര്യ കരഞ്ഞാലും എനിക്ക് എന്റെ കണ്ണൊക്കെ നിറയും. ഈ വലിയ കണ്ണ് ആരുടെ കിട്ടിയേക്കണേ? വലിയ കണ്ണ് ആരുടെയാണെന്ന് അറിയില്ല. ഇനി എന്നെ എടുത്തു വളർത്തിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അച്ഛനും അമ്മയുടെയും ഇത്ര വലിയ കണ്ണല്ല. എന്റെ ചേച്ചിയുടെ ഇതേപോലത്തേക്ക് ഏകദേശം കണ്ണാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരൊന്നും അവരെടുത്ത് വളർത്തൂല അല്ലെ? എടുത്തു വളർത്താണെങ്കിൽ ഒരാൾ എടുത്തു വളർത്തുള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല ആരുടെ കണ്ണാണ്. സിനിമയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ കണ്ണൊരു പ്രശ്നമാണെന്ന്? അല്ലെങ്കിലൊക്കെ കാരണം ഈ പെൺകുട്ടികൾക്ക്, നായികമാർക്ക് കണ്ണ് നല്ലതാണെങ്കിൽ അത് ആഡഡ് ഫീച്ചറാ. പക്ഷെ ആൺകുട്ടികളുടെ കണ്ണ് ഇത്രയും വലുതാവേണ്ട ആവശ്യമില്ല. ശരിയാണ്. നമ്മുടെ വള്ളിയൻതെറ്റി പുള്ളിയൻതെറ്റിയുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട് സൂരജ്. അപ്പൊ ഞാനും ചാക്കോച്ചനൊക്കെ ഉള്ള ഒരു സീനുണ്ട്. അപ്പൊ ചാക്കോച്ചൻ എന്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ചാക്കോച്ചൻ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പൊ സൂരജ് ഷോർട്ട് കഴിഞ്ഞിട്ട് പറയണേ, ദേ സൈജു ചേട്ടൻ ചാക്കോയെ കണ്ണുകൊണ്ട് മാസ്ക് ചെയ്തു. അത്രയും വലിയ കണ്ട ഇങ്ങനെ പുറത്ത് വന്ന് മാസ്ക് ചെയ്തത്. അല്ല, മെജോറിറ്റി ആൾക്കാർ ഇത് പ്ലസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഹരിയൻ സാർ എന്നെ എന്റെ ഫസ്റ്റ് പടത്തിൽ സെലക്ട് ചെയ്യാൻ കാരണം വൺ ഓഫ് ദ റീസൺ വാസ് മൈ ഐസ്. പിന്നെ തീക്ഷ്ണതയുള്ള നോട്ടാ. തീക്ഷ്ണത ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. ക്രിട്ടിസൈസ് ഇൻ ദ സെൻസ് ഈ കണ്ണ് ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെജോറിറ്റി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ണ് നല്ലതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ കണ്ണ് യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത്ര വലിയ കണ്ണിന്റെ ആവശ്യമില്ല. ഇപ്പം മോഹൻലാലിന് വലിയ കണ്ണുണ്ടായിട്ടാണോ അല്ലെങ്കിൽ ജയറാമിന് വലിയ കണ്ണുണ്ടായിട്ടാണോ അവരൊക്കെ സ്റ്റാർ ആയത്? ഈ കണ്ണ് ഇത്രയും വലുതാവേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്? കണ്ണിനെ ചെറുതാക്കണമെന്നാണോ? അതെ, ഇനിയിപ്പോ തയ്ച്ച് കുറച്ച് വലുപ്പൊക്കെ കുറയ്ക്കാം. അതെ. അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ എന്റെ കണ്ണ് എങ്ങനെയുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇവർ വന്നിട്ടൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തുകൊണ്ട് സ്റ്റാർ ആയില്ല എന്നൊന്നും ഞാൻ അവരുടെ ചോദിച്ചില്ല. ഇവരെന്തിനാണ് എന്തൊക്കെ വന്നത് പറയണമെന്നറിയില്ല. പക്ഷെ വെറുതെ നമ്മളൊന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കും അവരുടെ ഒരു സാഡിസ്റ്റിക് പ്ലഷർ. പക്ഷെ ഈ കണ്ണിനെ അങ്ങനെ അങ്ങോട്ട് കുറ്റം പറയുന്നത് വേണ്ട. കാരണം സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടന് മലയാള സിനിമയ്ക്ക് കിട്ടാൻ കാരണവും ഈ വലിയ കണ്ണാന്നൊക്കെ പറയാം. വലിയ കണ്ണുള്ള ഒരു പുതുമുഖ നായകൻ അന്വേഷിച്ച് നടന്ന സംവിധായകൻ ഹരിഹരൻ, ഇതറിയാവുന്ന ഗായകൻ MG ശ്രീകുമാർ, ഇവർ രണ്ടുപേരും തൽക്കാലം സ്ക്രീനിന് പിന്നിൽ നിൽക്കട്ടെ. പക്ഷെ 2005 മയൂഖം എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിൽ സൈജു കുറുപ്പ് എന്ന നടൻ എങ്ങനെ വന്നു? അതാണ് ചോദ്യം. സൈജു MG ശ്രീകുമാറിന്റെ അടുത്ത് മൊബൈലാണോ അതോ സിമ്മാണോ വെക്കാൻ പോയത്? സിം. എന്നിട്ട് എന്തേ പുള്ളിക്ക് പെട്ടെന്ന് തോന്നാനായിട്ട് ഈ നടൻ മതി? അത് ഒന്നിയലപ്പം പുള്ളിക്ക് ഗിൽറ്റി ഫീലിംഗ് കാണും. ഞാൻ 3 പ്രാവശ്യം ചെന്നിട്ടും പുള്ളി കണക്ഷൻ എടുക്കാത്തതിന്റെ. മൊബൈൽ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു അപ്പൊ ആദ്യം? ഞാൻ ഐ വാസ് എ സെയിൽസ് മാനേജർ. ഒരു പക്ഷേ ചിലപ്പോൾ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കാം. നമുക്ക് ഗിൽറ്റി ഫീലിംഗ് മാറ്റി വെച്ചാൽ ഹരിഹരൻ സാർ പറഞ്ഞിരുന്നു ഇങ്ങനെ പുതുമുഖങ്ങളെ വെച്ചാണ് ഞാൻ സിനിമ ചെയ്യാൻ പോണേ. അപ്പൊ അതിന്റെ അകത്ത് ലീഡ് റോൾ ചെയ്യുന്ന ആള് ഒരു 6 അടി ഉയരവും വെളുത്ത നിറവും വലിയ കണ്ണും നീണ്ട മൂക്കും പ്രായം 21 തൊട്ട് 25 വയസ്സ് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു കൺവെൻഷണൽ ഹീറോ ലുക്കുള്ള ഒരു ആളെ അല്ല വേണ്ടത്, ഒരു ചോക്ലേറ്റ് ലുക്കിംഗ് ആളെ അല്ല വേണ്ടത്. ഇയാളെ കണ്ട ഒരു ഹീറോ ലുക്കും വേണം, ഒരു വില്ലൻ ലുക്കും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി കാണും. അതുകൊണ്ടാണ് നോട്ടം തീക്ഷ്ണത ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വലിയ കണ്ണുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ അതായിരിക്കണം ചിലപ്പോൾ MG ശ്രീകുമാർ സാർ എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ ജോലിക്ക് പോയിട്ടില്ല? ഇല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ആ ജോലി ഇരുന്ന സമയത്ത് എത്ര മാസത്തെ ശമ്പളം കൂട്ടി വെച്ചിട്ടുള്ള കാശായിരുന്നു മയൂഖത്തിന് കിട്ടിയത്? മയൂഖത്തില് ഒരുപാട് കാശൊന്നും കിട്ടിയില്ല. 1 മാസത്തെ ശമ്പളം കിട്ടിയത്. 2 മാസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ സെലക്ട് ആയതിനു ശേഷം ഞാൻ ലീവ് ചോദിച്ചു. എന്റെ ബോസിനെ വിളിച്ചു. പുള്ളി വാ തുറന്നാൽ ചീത്ത വിളിക്കുള്ളൂ. അപ്പം അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു ഉഗ്രൻ ന്യൂസ് ഉണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പുള്ളി ഏറ്റവും ആദ്യം എന്നെ എന്തൊരു തെറിയ വിളിച്ചത് ഇംഗ്ലീഷില്. ഞാനതോടെ പറയുന്നില്ല. അല്ല, ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇറ്റ്സ് എ ബിഗ് തിങ്. നമ്മുടെ സെയിൽസിൽ ഒരുപാട് ഗുണം ചെയ്യും. ഈ പടം റിലീസായി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ എന്നെ അറിയും. പിന്നെ ഞാൻ ഒരിടത്ത് ചെന്നാലും ആൾക്കാർ കണക്ഷൻ എടുക്കൂല എന്ന് പറയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ ബോസ്, യു ഡു വൺ തിങ്, ഐദർ യു ചൂസ് മൂവീസ് ഓർ യു ചൂസ് ജോബ്. യാ, സോ ഐ സെഡ് ഓക്കെ, ഐ എം ചൂസിങ് മൂവീസ്, ഐ എം നോട്ട് കണ്ടിന്യൂയിങ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് അമ്മയച്ഛനും പറഞ്ഞ് ജോലി വിട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല, സിനിമയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് നീ ജോലി വിടണ്ട. അപ്പൊ ഞാൻ ഹരിയൻ സാറിനെ വിളിച്ചു പറഞ്ഞു, സാർ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഞാൻ സാർ ഇതിൻ്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിപ്പം ശമ്പളം കിട്ടുന്നത് ഇത്രയാണ്. നമ്മുടെ പടത്തിന് മിനിമം 2 മാസമെങ്കിലും വേണ്ടി വരുമല്ലോ. അപ്പൊ ഇപ്പൊ ജോലി
ജോലി വിട്ടാൽ ഈ 2 മാസം ശമ്പളം പോകും, പിന്നെ ഒരു 2 മാസം എനിക്ക് വേണം എനിക്ക് ജോലി പുതിയത് കണ്ടുപിടിക്കാം. ഈ 4 മാസത്തെ ശമ്പളം ടോട്ടൽ ഇത്ര വരും. ഇതെനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയാൽ ഞാൻ അഭിനയിക്കാം. അപ്പൊ ഹരിയാൻ സാർ പറഞ്ഞ് എന്റെ പൊന്നുമോനെ ഞാനല്ല ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ, അപ്പൊ നീ ഒരു കാര്യം ചെയ്ത് നീ ഒന്നുകൂടി ചിന്തിക്കുക. ഞാൻ എന്തായാലും മനസ്സോടെ തീരുമാനിച്ചു, ഞാൻ എന്തായാലും സിനിമ ചെയ്യാൻ പോവാണ്, അടുത്ത ജോലി നോക്കാം. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അലക്സ് എന്നെ വിളിച്ചു. ഞാൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം നിനക്ക് ലീവ് തരാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ആൻഡ് ഐ വാണ്ടഡ് ഡെസ്പറേറ്റ്ലി ടു കം ടു എറണാകുളം ബിക്കോസ് സോ ദാറ്റ് ഐ ക്യാൻ മീറ്റ് മൈ മദർ എവറി ഡേ. ഇവിടെ ചേർത്തലാണല്ലോ വീട്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് ലീവും കിട്ടി 2 മാസത്തെ, എനിക്ക് ട്രാൻസ്ഫറും കിട്ടി എറണാകുളത്തേക്ക്. എവറിഥിങ് വാസ് ഗോയിങ് ഓൺ വെരി വെൽ ആൻഡ് ദ ഗേൾ ഹും ഐ ലവ്ഡ് ആൻഡ് ഹും ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരിഡ് വിത്ത് കല്യാണവും എന്റെ ഉറപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ള എല്ലാം നല്ലതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ കംപ്ലീറ്റഡ് ദ മൂവി, എവറിഥിങ് വാസ് ഗോയിങ് ഫൈൻ. ദെൻ ഐ ന്യൂ ദാറ്റ് ഓക്കെ എന്താണ് എന്റെ അച്ഛനെപ്പോഴും പറയായിരുന്നു, എല്ലാ അപ്സിനും ഒരു ഡൗൺ ഉണ്ടാവും, എല്ലാ ഡൗണിനും ഒരു അപ്പ് ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ എന്താണ് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഉറപ്പായിട്ട് ഇതിനൊരു ഡൗൺ ഉണ്ടാവും, അതിലെല്ലാം ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ്. ദെൻ ഇറ്റ്സ് ഓൾ ഹിസ്റ്ററി. എന്നിട്ട് ക്ലൈന്റ് മീറ്റിംഗിന് പോയി കഴിഞ്ഞപ്പോൾ സിനിമ നടന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞോ? കുറച്ച് പേര് എന്ന് വെച്ചാൽ മയൂഖ് അധികം ഓടിയില്ലല്ലോ, പിന്നെ ഈ പാട്ടുകൾ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ അത് ഈ ചാനൽസിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് സെയിൽസിൽ ഒരുപാട് ഗുണം കിട്ടിയിട്ടില്ല. പക്ഷെ ചായയും സോഫ്റ്റ് ഡ്രിങ്ക്സും ജ്യൂസൊക്കെ ഒരുപാട് കുടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതായത് അവര് കണക്ഷൻ എടുക്കില്ല, പക്ഷെ ചായയും അതൊക്കെ തന്നിട്ട് പടത്തിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് എന്നെ പറഞ്ഞു വിടും. സൈജു, ഈ റൗണ്ടിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് യെസ് ഓർ നോ എന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ പറയുമ്പോൾ മാത്രം എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. സൈജു കുറുപ്പ് ഒരു സുന്ദരനാണ്, യെസ് ഓർ നോ? യെസ്. സുന്ദരനായ സൈജു സുന്ദരികളായ പെൺകുട്ടികളെ നോക്കാറുണ്ട്, യെസ് ഓർ നോ? യെസ്. അല്ല, അനുവിന്റെ മുമ്പിൽ അധികം നോക്കാറില്ല. ചിലപ്പോഴൊക്കെ ഈ ബ്യൂട്ടിയുടെ ഒരു പരിധിയൊക്കെ കഴിയുമല്ലോ, അതിന്റെ പരിധി ഇല്ലാത്ത ബ്യൂട്ടിയൊക്കെ നമ്മൾ കാണുമല്ലോ, അപ്പം അനുവിന്റെ മുമ്പിൽ നോക്കിപ്പോവും. ഇല്ല, അടിയൊന്നും ഉണ്ടായിട്ടില്ല. സോറി, ഞാൻ കേട്ടില്ല. അടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നോക്കാറുണ്ട്. സിനിമയില് മറ്റു നടന്മാരുടെ വളർച്ചയില് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്, യെസ് ഓർ നോ? എനിക്ക് ശരിയാണ്. ഞാൻ നടനാകുന്നതിന് മുമ്പ് കൊച്ചിലെ എനിക്ക് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ വളർച്ചയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്. അല്ലാതെ ഈ പ്രായത്തിൽ തോന്നിയിട്ടേ ഒരിക്കലും ഇല്ല. എന്ന് വെച്ചാല് ഒരുപാട് ആക്ടേഴ്സ് വളർന്നാലേ ഇവിടെ ഒരുപാട് സിനിമകൾ ഉണ്ടാവുള്ളൂ, എന്നാലേ എനിക്ക് ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാർ ആയി കഴിയുമ്പോഴാണ് ആൾക്കാർ, വീട്ടിലിരിക്കുന്ന ആൾക്കാർ തിയേറ്ററിൽ ഇയാളുടെ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കും. ഇപ്പം നമുക്ക് താരമേ ഇല്ല, ആരും തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. അപ്പൊ നമുക്ക് എന്താ ജോലി? നമ്മളും വീട്ടിലിരിക്കും. അപ്പൊ ഒരു താരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും ജോലി ഉണ്ടാവും. അപ്പൊ ഈ താരമാവാൻ സ്വയം ശ്രമിച്ചൂടെ? എന്താണ് താരമാവാൻ വേണ്ടി ചെയ്യേണ്ടത്? ഒന്ന്, ഞാൻ എന്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു പരിധിവരെയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കുറച്ചുകൂടെ ഒക്കെ വയറ് കുറയ്ക്കാം. രണ്ടാമത്തത്, ഞാൻ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും അത് നന്നാക്കാൻ ശ്രമിക്കുക. അത് ഞാൻ ഒരു പരിധിവരെയും ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമാ നടൻ ആകാൻ ഒരു തലയിലെഴുത്ത് വേണം, അപ്പോൾ താരമാകാനും ഒരു തലയിലെഴുത്ത് വേണം. അപ്പൊ അത് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിലാവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ താരങ്ങളുണ്ടല്ലോ, അവരുടെ സിനിമയിൽ അഭിനയിച്ച് ഞാൻ ജീവിച്ചു പോക്കോളാം. ശരി, സിനിമയില് സൈജു കുറുപ്പ് സൂപ്പർ ആവുന്നത് കോമഡി ചെയ്യുമ്പോൾ, റൊമാൻസ് ചെയ്യുമ്പോൾ, വില്ലൻ വേഷം ചെയ്യുമ്പോൾ? ഐ തിങ്ക് കോമഡി. കോമഡിയിലാണ് കോൺഫിഡൻസ്? കോൺഫിഡൻസിന്റെ അല്ല, എനിക്ക് തോന്നുന്നത് വെൻ ഐ ഡു ദാറ്റ് ആൾക്കാർക്ക് ചിരി വരാറുണ്ട്. റൊമാൻസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല ആൾക്കാരുടെ വികാരം എന്താണെന്ന്, എന്നാൽ അവർ കാണിക്കില്ലല്ലോ. ആ കൊള്ളാലോ, ഭയങ്കര റൊമാൻസ് ആണെന്ന് ആരും പറയാറില്ല. വില്ലൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ പേടിക്കുന്നില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മനസ്സിലായില്ല. അപ്പൊ അത് കാരണം കോമഡിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിരിക്കുന്നത്, റെസ്പോൺസ്. റെസ്പോൺസിന്റെ ബേസിസിലാണ് അപ്പൊ കോമഡി എന്ന് പറഞ്ഞത്. അതെ, അല്ലാണ്ട് സ്വയം തോന്നിയതോ? സ്വയം അതാണ് തോന്നിയത്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, സ്വയം ചെയ്യുമ്പോൾ നമുക്കൊരു ശരി, അതവരുടെ റൊമാൻസ് അധികം പടത്തിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ റൊമാൻസ് ചിലപ്പോൾ ഇത് കേട്ടിട്ടായിരിക്കും ആരെങ്കിലും റൊമാൻറ്റിക് ഹീറോ വിളിക്കണേ. പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ മുഖം വെച്ചിട്ട് ഒരു റൊമാൻസ് ചേരുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആരെങ്കിലും വിളിക്കുമോ? അതും പോയിന്റ് ആട്ടോ. ഈ പറഞ്ഞ ഒരു വില്ലനും നായകനും ചേർന്നൊരു മുഖ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിനിമ ഇൻഡസ്ട്രിയിലെ കരിയറിൽ ബ്രേക്ക് വരാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതോ നിർത്തിയോ? This will go on till I survive in the industry. സ്വന്തം സിനിമകൾ ആദ്യ ദിവസം തന്നെ പോയി കാണുന്ന ആളാണോ തിയേറ്ററിൽ റെസ്പോൺസ് അറിയാനായിട്ട്? എല്ലാമില്ല, ചില സിനിമകൾ കാണാറുണ്ട്. ശരി, ആ കണ്ട സിനിമകളിൽ വെച്ചിട്ട് എന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ ആൾക്കാർ കൂവിയിട്ടുണ്ട്, യെസ് ഓർ നോ? ഉണ്ട്, യെസ്. അതായത് എന്റെ രണ്ടാമത്തെ സിനിമ ലയൺ ആയിരുന്നു. ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ എന്റെ ഫാമിലിയായിട്ട് പോയി. അപ്പൊ ദിലീപേട്ടന്റെ പടവും ജോയ് സാറിന്റെ പടവും ആയത് കാരണം മയൂഖം പോലെ ആൾക്കാർ കുറവായിരിക്കില്ല, ഒരു നിറഞ്ഞ സദസ്സിൽ സിനിമ കാണാൻ വേണ്ടി ഞാൻ നൂൺ ഷോയ്ക്ക് പോയി. ഇവിടെ സരിതയിലാണ് പോയത്. അപ്പൊ ഞാനിങ്ങനെ വളരെ റിലാക്സ് ആയിട്ടിരിക്കും. എനിക്ക് കൂവൽ പരിപാടി ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു സാറായിരുന്നു. അങ്ങനെ എന്റെ ഒരു ഫ്രെയിം എൻട്രിയിലാണ് എന്റെ ഇൻട്രോ. ഞാൻ ചിരിച്ചുകൊണ്ട് ഫ്രെയിം എൻട്രി ചെയ്യുകയും, അപ്പൊ എന്നെ കുറെ പേര് ഓൾറെഡി കണ്ടിരുന്നു. ഞാൻ കയറി പോകുന്നത് ഫാമിലി ആയിട്ടൊക്കെ. ഒരു കൂവ് തുടങ്ങി. അവിടെ എ സിയിൽ ഇരുന്നിട്ട് എന്റെ കൃതാവിൽ നിന്ന് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഇങ്ങനെ വേർപ്പ് വരാൻ തുടങ്ങി. നെറ്റ് മൊത്തം വേർപ്പായി. ഞാൻ ചുമന്നു. അപ്പൊ എന്റെ വൈഫ് എന്റെ കാലിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചു. അപ്പൊ വൈഫ് എന്നെ സമാധാനിപ്പിക്കുകയാണ്, കുഴപ്പമില്ല. അത് സംഭവിച്ചത് മാത്രമല്ല, ഞാൻ പിന്നെ മൂന്നാമത്തെ ഇവിടെ അശ്വാരൂഢം ചെയ്യുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ അവിടെ വന്നിരുന്നു. അദ്ദേഹം വന്നിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നോടൊക്കെ ചോദിക്കുകയാണ്, ട്രിവാൻഡ്രത്തൊക്കെ നിങ്ങളെ ആ സിനിമയിൽ കാണിച്ചു ഭയങ്കര കൂവായിരുന്നല്ലോ, അതെന്താന്ന് ഞാനിങ്ങനെ പറയാനാണ്. എനിക്ക് മനസ്സിലായില്ല ചോദ്യം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ ഞാനെന്ത് പറയാനാണ്, എന്തിനാണ് കൂവിയെന്ന്? ആരുണ്ടാവില്ല ചോദിച്ചത്. നിങ്ങളപ്പോ കൂവിയ ആൾക്കാർക്ക് അപ്പൊ തന്നെ ചോദിക്കണ്ടായിരുന്നു, ഇവരെ കണ്ടപ്പോ എന്തിനാ കൂവിയെന്ന്.
അല്ല അതായിരുന്നു എനിക്ക് കൂടുതൽ പെയിൻഫുൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഞാൻ തകർന്നു പോയല്ലോ. തകർന്നു പോയത് കാരണം ഞാൻ മിണ്ടാണ്ട് ഞാൻ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ കൂല് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തകരോ? ഇല്ല, ഇപ്പം ഞാൻ തകരില്ല. എന്ന് വെച്ചാൽ ഐ എം യൂസ് ടു ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ്. അപ്പൊ ഫെയിലായ കഥ മാത്രമല്ല, ജയിച്ച കഥയും പറയാനുണ്ട് സൈജു കുറുപ്പിന്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഈ സിനിമയില് സ്വന്തം പേര് മാറ്റി പറയാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നത്. ചോദിക്കട്ടെ, ഈ ബജ്രംഗൻ എന്ന് പറഞ്ഞ പേരിടാണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അങ്ങനത്തെ ഒരു പേര് എനിക്ക് അറിയില്ല. അത് ഒരുപക്ഷെ ഒരു പവർഫുൾ ഒരു ക്യാരക്ടറിന്റെ പേര് വേണം. എന്നാൽ അയാളുടെ ഒറിജിനൽ പേര് ബിജു എന്നാണ്. അപ്പൊ ഈ ബിജു എന്നുള്ളത് ഭയങ്കര ക്ലീഷ ആയിട്ടുള്ള ഒരു പേരും വേറെ കോമൺ ആയിട്ടുള്ള ഒരു പേരും ആയത് കാരണം ഇയാൾക്ക് ഈ ബിജു എന്നുള്ള പേരിന് വെയിറ്റ് ഇല്ല എന്നുള്ളൊരു തോന്നലാണ് ഈ കഥാപാത്രത്തിന്. അപ്പൊ ഈ കഥാപാത്രം ബിജു എന്നുള്ള പേര് പതുക്കെ കട്ട് ചെയ്തിട്ട് ഒരു വെയിറ്റ് ഉള്ള പേര് കണ്ടുപിടിച്ചാണ് ബജ്രംഗൻ. അങ്ങനെയുള്ള സ്വയം വിശേഷിപ്പിക്കുന്നതാണ് ബജ്രംഗൻ. അതാണ് കഥാപാത്രം. കുഞ്ഞിക്കുനലിൽ ചെയ്യണോ? അത് തന്നെ, വിമൽ കുമാർ. ഈ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോഴേ, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയില്ല ഈ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ അതിലെന്താ സ്പാർക്ക് ചെയ്തത് ആ റോള് ചെയ്യാന്ന് പറഞ്ഞിട്ട്? അത് ആ കഥാപാത്രം ഒരു കാരിക്കേച്ചറാണ്. അയാളൊരു കാർട്ടൂണാണ് ആക്ച്വലി. അയാൾ പക്ഷെ വില്ലനാണ്. അപ്പം ഈ വില്ലനും കാരിക്കേച്ചറും കൂടെ കൂടുമ്പോൾ ഉള്ള ഒരു ഹ്യൂമർ ഉണ്ട് അതിനകത്ത്. ഇയാളെ കാണാൻ ഭയങ്കര ഭീകരനാണ്, പക്ഷെ ഇയാൾ ഭയങ്കര ഇമ്മച്ചൂർഡാണ്. ഇപ്പൊ സിനിമ കണ്ടപ്പോൾ കഥാപാത്രം മനസ്സിലാക്കണം. അയാൾ ഇമ്മച്ചൂർഡാണ്. ഇയാൾ പല പ്രാവശ്യം അടി കിട്ടിയാലും ഇയാൾക്ക് മറ്റേ ഹീറോയെ തകർക്കണമെന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. പക്ക വില്ലൻ അല്ല ഇയാള്, എന്നാൽ ഇയാളൊരു സീസൺഡ് കൊമേഡിയൻ കാരിക്കേച്ചറും അല്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കലർന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. ഈ ഒരു ക്യാരക്ടറിന് ഇങ്ങനൊരു ഗെറ്റപ്പ്, അതായത് നല്ല കോമ്പമീഷയും വലിയൊരു കുറിയൊക്കെ ആയിട്ടുള്ള ആ ഗെറ്റപ്പ് ആക്കാന്ന് സ്വയം സജസ്റ്റ് ചെയ്താണോ? അങ്ങനെ സജഷൻസ് ഒക്കെ കൊടുക്കുമോ? സജഷൻസ് ഞാൻ സജഷൻസ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ജാടയായി പോകും. സജഷൻസ് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് താഴ്മയാണ്. അപ്പൊ ഞാൻ സജഷൻസ് പറയാറുണ്ട്. പിന്നെ എല്ലാം സംവിധായകന്റെയും മേക്കപ്പ് മാന്റെ ഒക്കെ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിനിമയിൽ എന്തായിരിക്കും അപ്പിയറൻസ് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ മീശ വേണമെന്നുള്ളത് അറിയാം. അപ്പം ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ നോർമൽ ആയിട്ടുള്ളൊരു മീശ ഒരുപാട് സിനിമകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അവർക്ക് കുറച്ചുകൂടെ ഈസി ആകാൻ വേണ്ടിയിട്ട് ഞാൻ താടിയും മീശയും വളർത്തിയിട്ടാണ് പോയത്. അപ്പൊ പിന്നെ അവർക്ക് അതിന്റെ അന്ന് കാർവ് ചെയ്ത് എടുത്താൽ മതിയല്ലോ. എന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മീശ വൈപ്പ് മീശ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഡയലോഗ് ഡെലിവറി ചെയ്യാനും ചിരിക്കാനും ഒക്കെ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഇത് രാവിലെ പോയിട്ട് ഇത് ഒട്ടിക്കാൻ പറഞ്ഞൊരു വലിയ ചടങ്ങാണ്. അരമണിക്കൂർ വെറുതെ നമ്മൾ ഇരുന്ന് കൊടുക്കണം ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത്. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ കഴിക്കുന്ന സമയത്ത് വാതുറക്കാൻ വലുതായിട്ട് പറ്റില്ല. അപ്പൊ ഇത് പിന്നെ റിമൂവ് ചെയ്യുക, പിന്നെ ഒരു ഗം തേക്കും ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എനിക്കൊരു ചടങ്ങായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കഴിവതും എന്റെ ഒറിജിനൽ മീശ പടന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ വളർത്തിയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടെന്ന് അല്ല പറയാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും സജഷൻസ് അപ്പാടെ തള്ളി കളഞ്ഞിട്ടുണ്ടോ? മേക്കപ്പിന്റെ കാര്യത്തിലല്ല, നമ്മളൊരു ഡയലോഗ് നമ്മൾ ഈ സാധനം കുറച്ച് കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ സജഷൻസ് പറയുമ്പോഴത്തേക്കും തള്ളി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം മേക്കപ്പിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ ഞാൻ ആക്ച്വലി സംവിധാനം കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു പോലീസ് ഓഫീസർ ആകുമ്പോഴത്തേക്കും പോലീസിന് മീശ വേണമെന്നുള്ളത് പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം പോലീസിന് മീശയിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 5 വർഷത്തിൽ ഞാൻ ചെയ്തൊരു സിനിമയുടെ കാര്യം പറഞ്ഞു. അപ്പം അതൊരു ക്ലീഷ ആയിരിക്കും. അപ്പം ഞാൻ കുറെ ഉദാഹരണങ്ങൾ കൊടുത്തു. ഞാൻ പറഞ്ഞ എക്സ് പോലീസ് കമ്മീഷണർ ഓഫ് കൊച്ചിൻ മനോജ് അബ്രഹാം സാറ് മീശ വയ്ക്കാറില്ല, പത്മകുമാർ സാറ് മീശ വയ്ക്കാറില്ല എന്ന് വെച്ച് അവരുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ അവരുടെ പവറിനോ അവരുടെ സംസാരത്തിനോ അവരുടെ എടുപ്പിനോ ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് പിടിച്ചാൽ പോരാ. പക്ഷെ അത് അപ്പാടെ തള്ളി മീശ വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം മീശ പിന്നെ വെച്ചേ പറ്റുള്ളൂ. അത് അവരുടെ ലിബേർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. സ്വയം തോന്നുന്നത് എങ്ങനെയാ? മീശ തടിക്ക് വെക്കുമ്പോഴാണോ സുന്ദരനാവണേ അതോ ഇല്ലാത്തപ്പോഴാണോ? കണ്ണാടി നോക്കുന്ന മനസ്സിലാവില്ല. എനിക്ക് സ്വതവേ എനിക്ക് മീശയും താടിയും വെക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ക്ലീൻ ഷേവും ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്കൊരു 2 ദിവസത്തെ ഗ്രോത്ത് എന്റെ മുഖത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും നല്ലത്. സുന്ദരൻ എന്നൊക്കെ നിങ്ങൾ ഈ എടുത്തെടുത്ത് എപ്പോഴും ചോദിച്ചാൽ ഈ കേൾക്കുന്നവരെന്ത് വിചാരിക്കാൻ പറ്റി? സ്വയം പൊക്കിയാന്ന് വിചാരിക്കില്ലേ? എന്നാ പിന്നെ ആ തീരുമാനം ഞാൻ കേൾക്കുന്ന എല്ലാവർക്കും വിട്ടു തന്നേക്കാം. സിനിമാ താരങ്ങളെ കുറിച്ചും രാഷ്ട്രീയക്കാരെ കുറിച്ചും പൊതുവേ ഉള്ളൊരു കംപ്ലൈന്റ് ആണ്, അവര് സമയം പാലിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ സൈജു കുറുപ്പ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് വന്നു. എപ്പോഴും അങ്ങനെ തന്നെയാ? എപ്പോഴും അങ്ങനെയാണ്. സമയത്തിന് ഞാൻ ഒരുപാട് വില കൽപ്പിക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടി ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറുമില്ല. എന്നോട് വളരെ അടുപ്പമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ആദ്യം പറയാറുണ്ട്, സമയം കറക്റ്റായിട്ട് പറയുക, ആ സമയത്തിന് എത്താൻ പറ്റുവാണെങ്കിൽ മാത്രം കമ്മിറ്റ് ചെയ്യുക. ഞാനും എന്റെ വൈഫുമായിട്ട് വഴക്ക് പിടിക്കുന്ന ഒരു കാര്യമാണ് സമയം. അപ്പൊ എനിക്ക് എല്ലാ കാര്യത്തിലും ധൃതിയാന്നാ പറയണത്. ഇപ്പം തിയേറ്ററിലൊക്കെ വൈഫ് പറയണത് സമയത്തിന് എത്തിയാൽ പോരെ. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് തൊട്ട് സിനിമ കാണണം. സെൻസർ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് സിനിമ മൊത്തമായിട്ട് കണ്ട ഒരു ഫീൽ കിട്ടൂല. പിന്നെ എനിക്ക് ധൃതി പിടിച്ച് അവിടെ എത്തുക, എന്നിട്ട് കയറി ചെല്ലുക, ആ ഒരു പരിപാടി ഇഷ്ടമല്ല. റിലാക്സ് ചെയ്ത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നു, അവിടെ ഒരു കുറച്ച് നേരം അവിടെ നിൽക്കുന്നു, പിന്നെ ബാക്കി പോപ്കോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നു, സമാധാനമായിട്ട് പോയി ഇരിക്കുന്നു. അവിടെ പോയി ഇരുന്നതിന് ശേഷം പതുക്കെ ആഡൊക്കെ തുടങ്ങി പിന്നെ പടം തുടങ്ങുന്നു. ഇതാണ് ഇഷ്ടം എനിക്ക്. സത്യം പറയാം, നേരത്തെ തിയേറ്ററിൽ ചെല്ലണത് ആൾക്കാരെന്നെ കാണണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ? ആൾക്കാരല്ലെങ്കിൽ എന്റെ സിനിമ കണ്ടോളൂ. അങ്ങനെ ഒരു
നിർദ്ദേശില്ലേ? അല്ല, ഇത് ഞാൻ തിയേറ്ററിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്, ബാക്കി പല സ്ഥലത്തും അങ്ങനെയാണ്. ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴാണ് ഉള്ള സത്യം പുറത്ത് വരണേ. ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഒരു നടൻ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ വരാറുണ്ടോ, വന്ന് സംസാരിക്കാറൊക്കെ ഇല്ലേ? വന്ന് എറണാകുളത്ത് വലിയ പ്രശ്നമില്ല, അങ്ങനെ ആൾക്കാർ വന്ന് ഒരുപാട് പ്രശ്നമൊന്നുമില്ല. കാണുമ്പോൾ സ്മൈൽ ചെയ്യുന്നല്ലാണ്ട് വലിയ ഒന്നും സംസാരവും പരിപാടിയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വല്ലവരൊക്കെ ഒന്ന് സംസാരിച്ചാലായി. ഈ ടൈം മാനേജ്മെന്റ് കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ലൊക്കേഷനിലൊക്കെ പോകുമ്പോ എങ്ങനെ? ലൊക്കേഷനിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി. നമ്മൾ നേരത്തെ വിളിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ കുറെ പേർക്ക് അറിയാം, പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഞാൻ കറക്റ്റ് സമയത്തിന് വന്നോളും. അപ്പൊ അതുകൊണ്ട് അവരെന്തൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളാണ് പറയാറുള്ളത്. ഇപ്പൊ ലൊക്കേഷൻ ചെന്ന ഉടനെ പെട്ടെന്ന് തുടങ്ങുന്നൊന്നുമില്ലല്ലോ. അറിയാവുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ സമയത്തിന് കൃത്യനിഷ്ഠമുള്ളതെന്ന് അറിയാവുന്ന ആൾക്കാർ, ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാര് ചിലപ്പം അരമണിക്കൂർ മുമ്പുള്ള സമയമായിരിക്കും തലേദിവസം വിളിച്ച് പറയുന്നത്. അപ്പം അവർക്ക് 6:30 എങ്കിൽ എനിക്ക് 7 മണിയായിരിക്കും. അതിന്റെ കാരണം ഞാൻ കറക്റ്റ് 7 മണിക്ക് ഇറങ്ങും. ബാക്കിയുള്ള ആൾക്കാരും കറക്റ്റ് 7 മണിക്ക് ഇറങ്ങും. പക്ഷെ അവർക്ക് 6:30 ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അവർ കറക്റ്റായിട്ട് 7 മണിക്ക് ഇറങ്ങുന്നത്. ഞാൻ പിന്നെ 7 മണി പറഞ്ഞാൽ 7 മണിക്ക് തന്നെ ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു അരമണിക്കൂറും കൂടെ കൂടുതൽ ഉറങ്ങാനുള്ളൊരു ചാൻസ് കിട്ടും. ദേഷ്യം വരാറുണ്ടോ ശരിക്കും ആൾക്കാർ ഇങ്ങനെ ലേറ്റ് ആയിട്ടൊക്കെ ലൊക്കേഷനൊക്കെ വരുമ്പോ? കാരണം നമ്മൾ ആ നേരത്തെ സമയത്തിന് വരുന്ന ആളാണല്ലോ. ഇല്ല, എനിക്ക് ആ കാര്യത്തിൽ ദേഷ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ സിനിമ ഇല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ഒരുപാട് നാൾ പോയ ഒരാളാണ്. അപ്പം എനിക്ക് ആ ഒരു പ്രശ്നമില്ല. നമ്മള് നമ്മുടെ സമയം കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവർ അവർക്ക് അവരുടെ പ്രശ്നം കാണുമായിരിക്കും. അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്നെ രാവിലെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്റെ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ഞാനിങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ വി ആർ പെയ്ഡ് ഫോർ ദാറ്റ് ആൻഡ് നമ്മൾ ഓൾറെഡി അവർക്ക് ആ ഡേറ്റ്സ് കൊടുത്തതാണ്. അപ്പം അവര് മനഃപൂർവ്വം ഇപ്പം എന്താണ് എന്നെ കഷ്ടപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കാശ് തന്നിട്ട് എന്നെ അവിടെ വെറുതെ കൊണ്ടുവരുന്നല്ലോ. അങ്ങനെ ആരും വിട്ടില്ലല്ലോ. അപ്പം എന്തെങ്കിലും ജെന്യൂൻ റീസൺസ് കാണും. അപ്പം ഞാൻ അതിനെപ്പറ്റി ബോധമില്ല. പിന്നെ അവർ നമ്മൾ ഒരിക്കലും കഷ്ടപ്പെടുന്നില്ല. നമുക്ക് നല്ല ഹോട്ടൽസിൽ സ്റ്റേ തരുന്നുണ്ട്, നമുക്ക് ഫുഡ് തരുന്നുണ്ട്, നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള വണ്ടികൾ തരുന്നുണ്ട്. ഇത് കൂടുതൽ എന്താണ് ഒരു പ്രൊഡ്യൂസറൊക്കെ ചെയ്യേണ്ടത്? ഒന്ന് ചോദിക്കട്ടെ, ഈ മലയാള സിനിമയില് സ്ഥിരമായിട്ട് ഈ ലേറ്റ് ആവുന്നുള്ള ചീത്തപ്പേര് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടോ? സ്ഥിരമായിട്ട് പണ്ടൊക്കെ കാണുമായിരിക്കും. ഇപ്പൊ അങ്ങനെ ആരും ലേറ്റ് ഒന്നും അങ്ങനെ ആരും ആവാറില്ല. അല്ല, എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വന്നിട്ട് 10 വർഷം അങ്ങനെ മലയാളത്തിൽ ഞാൻ അഭിനയിച്ച ആൾക്കാർ, ഞാൻ കൂടെ അഭിനയിച്ച അവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ കേട്ടിട്ടില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കാത്താണോന്ന് അറിയില്ല. അതെ, സിനിമയിൽ ഡബിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കണോണ്ട്? ഇല്ല, ഡയലോഗ് സ്പീഡിൽ പറയില്ല. അല്ല, എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. ഇതിപ്പോ എന്നെ പറ്റി തന്നെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് പറയാൻ പറ്റും. നുണയല്ല, അതുകൊണ്ട്. ഞാൻ അടുത്ത നുണ പറയുകയാണെങ്കിൽ എനിക്ക് പിടിക്കാൻ പറ്റും എളുപ്പത്തിന്. തപ്പലും തടയിലും ഉണ്ടാവും. എല്ലാ പടത്തിനും സ്വന്തമായിട്ടാണോ ഡബിങ് ഒക്കെ ചെയ്യണേ? ഞാൻ 5 പടത്തിൽ, ആദ്യത്തെ 5 പടത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്തിരിക്കണം. ഇപ്പൊ ഈ ഹാപ്പി വെഡിങ്ങിൽ തൃശ്ശൂർ സ്ലാങ് പിടിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. ഈ സ്ലാങ് ഒക്കെ കഷ്ടപ്പെട്ട് പഠിക്കണോ? പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ? പിടിക്കാനുള്ള സ്ലാങ്ങിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ തൃശ്ശൂരുകാരനാണ് ഓമർ. അപ്പം ഓമറിന്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം കേൾട്ടൻ പത്തിൽ ഞാൻ മലപ്പുറം സ്റ്റൈലിലാണ്. അപ്പം ഡയറക്ടർ മലപ്പുറംകാരനായിരുന്നു. പുള്ളി പറഞ്ഞു തന്ന സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമായിരുന്നു. ഏതൊക്കെ സ്ലാങ് ഇത്രയും സിനിമകൾ കൊണ്ട് പഠിച്ചിട്ടുണ്ട്? പൊടിക്കുക എല്ലാ സ്ലാങ്ങും അറിയാവുള്ളൂ. ഈ ചേർത്തലക്കാർക്ക് അങ്ങനെ പ്രത്യേകം സ്ലാങ് ഒന്നുമില്ല? ചേർത്തലക്കാരുടെ സ്ലാങ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ വളർന്നൊന്നും ചേർത്തലയിലല്ല. ഇപ്പം എന്റെ വൈഫിന്റെ അച്ഛൻ മലപ്പുറം പാലക്കാട് ബോർഡറും അമ്മ പട്ടാമ്പി ഷൊർണൂർ ഏരിയയിലാണ്. അവരുടെ ഒരു സ്റ്റൈലുണ്ട്. അപ്പം അതുപോലെയല്ല ഞാൻ പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പം അമ്മയോടായാലും അച്ഛനോടായാലും ബഹുമാനമുണ്ട് അവരെ. പക്ഷെ ഇപ്പൊ അവര് ഫോൺ ചെയ്യുമ്പോഴത്തേക്കും അമ്മേ പറ, ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. പറയൂ. അപ്പൊ ഇവിടെ വൈഫൊക്കെ അമ്മ അച്ഛനെങ്കിലും പറയാന്നൊക്കെയോ പറയൂന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കില്ല അമ്മയെ കളിക്കുമ്പോ അമ്മ പറയൂ. അപ്പൊ അമ്മേനെ പോകുന്ന ഇവരെന്ത് പറ്റിയത് ഭയങ്കര ഓവർ ബഹുമാനമൊക്കെ. സഭ്യതയോടുകൂടിയാണ് എന്റെ ഭാര്യയുടെ വീട്ടിലെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ മക്കളൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. ഞാനും ഇപ്പം ഒരുപാടല്ലെങ്കിലും ഏകദേശം അങ്ങനെയായി. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ശൈലി ഇല്ല എന്റെ ലാംഗ്വേജിൽ. ചില വേർഡ്സ് മാത്രം മേളിലെന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ പൊക്കത്തെന്ന് പറയും. അലക്കെന്ന് ഇവിടെ പറയും, ഭാര്യയുടെ വീട്ടുകാർ തിരുമ്പാന്നായിരിക്കും പറയണ്ടാവുക. തിരുമാന്ന് പറയും. അതെ, നമ്മൾ അലക്ക് വിരിച്ചിടുന്നതിന് അവര് തോരയിടാന്നായിരിക്കും പറയണ്ടാവുക. അതെനിക്കറിയില്ല. പക്ഷെ ഇത് കറക്റ്റാണ്, അലക്കും തിരുമാന്നുള്ളതും. പിന്നെ ഈ തോരനൊക്കെ അവർ ഉപ്പേരി എന്നാ പറയുന്നത്. ഇപ്പൊ ഞാനും ഇപ്പം ഉപ്പേരിന്നായി. വീട്ടിൽ ചെണ്ടമ്മ ഉപ്പേരി ഒന്നും ഇല്ലെന്ന് ചോദിക്കും. ഉപ്പേരിയ നമുക്ക് ഈ കായ്പേരിയൊക്കെ അറിയാവുള്ളൂ ഉപ്പേരിയായിട്ട്. ഇവര് അതിനൊക്കെ ഉപ്പേരി എന്നാ പറയണേ. ഏതെങ്കിലും ഒരു സ്ലാങ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അങ്ങനത്തെ റോള് വന്നാലും പ്രശ്നമൊക്കെ ഇല്ല. അതൊക്കെ മലപ്പുറവും തൃശ്ശൂരൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പണ്ടേ. കാസർഗോഡൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കാസർഗോഡും പാലക്കാടൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്തു പോകുമായിരിക്കും. ഇപ്പം മലപ്പുറവും ട്രിവാൻഡ്രവും തൃശ്ശൂരും ഒക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷെ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് അങ്ങ് അയക്കുള്ളൂ. നമ്മൾ അങ്ങനെ പ്രശ്നം വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് ബീഹാറീസ് സംസാരിക്കുന്ന സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്.
ക്യാരക്ടറാണ്. അപ്പൊ അവര് ഹിന്ദി പറയുന്ന ഒരു പ്രത്യേക ടൈപ്പിലാണ്. എന്റെ ഒരു സുകുമാർ എന്ന് പറഞ്ഞൊരു ബീഹാറി എന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. സുകുമാർ ഭയ്യയുടെ അനിയൻ എന്റെ ജൂനിയർ ആയിരുന്നു. അപ്പൊ ഇവനെ ഞാൻ റാഗ് ചെയ്തു. അപ്പൊ ഇത് സുകുമാർ ഭയ്യയുടെ അനിയനാന്നുള്ളത് എനിക്ക് അറിയില്ല. പിറ്റേ ദിവസം സ്കൂട്ടറിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളി, സുകുമാർ എന്ന് പറഞ്ഞ ആള്. എന്നെ വിളിച്ചു ഇതറാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കെസ ഭയ്യ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളിയുടെ സ്റ്റൈൽ ഇതാണ്, കാറെ സൈജുവാ ബഹുത് ദേഖ് രഹേ തുമാരി ബദ്മാസി. ഇങ്ങനെയാണ് ബിഹാറി സംസാരിക്കുന്നത്. അത് ഭയങ്കര രസമാണ്, ക്യൂട്ടാണ്. അത് ഭയങ്കര പരേഷ് റവേലൊക്കെ കുറെ സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പരേഷ് റവേൽ ഒരു പടത്തിൽ ലാലു പ്രസാദ് യാദവിനെ പോലത്തെ ഒരു റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഇങ്ങനെ ബഹുത്തെ കറപ്ഷൻ ഹേ ഇങ്ങനെ സംസാരിക്കും. അവരെല്ലാത്തിലും ഈ വാ ചേർക്കും. ഇപ്പൊ സൈജുവ ഉദ്ദേശം അത് അങ്ങനെയാണ് ഒരു സ്റ്റൈല്. ചില പേരുകളുണ്ടല്ലോ, ഈ വാ ചേരുന്ന പേരുകളുണ്ട്, അതിനൊക്കെ ഏതാണ് വാ ചേർത്തേ അവർ വിളിക്കുള്ളൂ. അതല്ലാതെ സ്നേഹം കൊണ്ട് നമ്മൾ സൈജോളിയാ വിളിക്കണ പോലെയാണോ? അല്ല, അത് എങ്ങനെ ചേർക്കാം. ഇപ്പൊ ദേഷ്യത്തിൽ പറയുമ്പോഴും ഒരു ടോണില് വാ ചേർത്താല് അത് ദേശത്തിന്റെ വായാവും. അതെ. ഈ റൗണ്ടില് സിനിമയിൽ നിന്ന് വന്ന ഒരാളായോണ്ട് ഞാൻ സിനിമ സംബന്ധിയായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം എന്തായാലും പറയണം. അതിനുശേഷം ഞാൻ ഓപ്ഷൻസ് തരും, 3 മേഖലകൾ. അല്ല ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം. ആദ്യത്തെ സിനിമ. സിനിമാ മേഖലയിലുള്ള ആളായോണ്ട് തന്നെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ എല്ലാം അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഗോസിപ്സ് ഒന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചോദിക്കോ? അല്ല, ഞാൻ പറയുകയാണ്. ഒരു മുഴം നീട്ടി എറിഞ്ഞതാ. അതല്ലാത്ത ഇപ്പം മലയാളം ഇൻഡസ്ട്രിയില്, തമിഴില്, തെലുങ്കില്, ബോളിവുഡില്, ഹോളിവുഡിലൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റഡ് ആ? ഹോളിവുഡിൽ അപ്ഡേറ്റഡ് അല്ല. ജംഗൽ ബുക്ക് ഒക്കെ അറിയാം, ആ ഒരു ഏരിയക്ക് എനിക്കറിയാം. ബാക്കിയുള്ള സിനിമകളെ പറ്റിയൊന്നും ഒരുപാട് അപ്ഡേറ്റഡ് അല്ല. ഹിന്ദിയിലൊക്കെ അത്യാവശ്യം അപ്ഡേറ്റഡ് ആണ്, ആക്ടേഴ്സും ഡയറക്ടേഴ്സിനെ പറ്റി. ശരി, ഇത് സിമ്പിളാ. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ഒരു സിനിമ ഓസ്കർ എൻട്രി ആയിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഏത് സിനിമ ആയിരുന്നു? അതിന്റെ പേര് എനിക്കറിയാം. ഓപ്ഷൻസ് അതാ ചോദിച്ചത്, ഏത് സിനിമ ആയിരുന്നു? അതെനിക്ക് പെട്ടെന്ന് ചോദിച്ചു ഓർമ്മ. എല്ലാം അറിയാം, വെറുതെ സമയം പോകും. നിങ്ങൾ ഓപ്ഷൻസ്. ശരി, ഞാൻ ആദ്യത്തെ അക്ഷരം പറഞ്ഞുതരാം. എൽ. 2 വാക്കാ. എൽ ഡി. അറിയില്ല. ലയൺസ് ഡൈസ്. 87ാമത് അക്കാഡമി അവാർഡിനായിരുന്നു ഇവിടെ നിന്ന് എൻട്രി ആയിട്ട് പോയത്. സിനിമയോ കുളമായി. ഇനി ഞാൻ 3 മേഖലകൾ പറയാം കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. രാഷ്ട്രീയം വേണോ, സ്പോർട്സ് വേണോ, ജനറൽ നോളജ് വേണോ? ജനറൽ നോളജ്. അല്ല, ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് വല്ല പ്രൈസും കിട്ടുമോ? വെറുതെ എന്തിനാണ് എന്റെ വിവരമൊക്കെ നാട്ടുകാരെ അറിയിക്കുന്നത്? അത് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പോരെ, ഞാൻ പറഞ്ഞിട്ടില്ലേ? അറിയട്ടെ, ഇത്ര നാളെയില്ലേ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഒന്നാമതേ പൊതുവെ ഈ സിനിമാക്കാരെ കുറിച്ച് പറയേണ്ടത് പത്രം വായിക്കാത്ത ആൾക്കാരാന്നൊരു ചീത്ത പേരുണ്ട് നമുക്ക്. ശരി, പറ. ജിക്കാണോ? റിസർവ് ബാങ്കിങ് മേഖല ചോദിക്കട്ടെ. റിസർവ് ബാങ്ക് ഗവർണറാ? ഞാൻ ചോദിച്ചില്ല, അതിന് മുന്നേ ഇങ്ങോട്ട് പറഞ്ഞു. റിസർവ് ബാങ്ക് ഗവർണർ ആരാ? രഘുറാം രാജൻ അതല്ലേ ചോദിച്ചത്? ഓക്കെ, ശരി. അത് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ചോദ്യം കൂടി ചോദിക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് റൗണ്ട് തീർന്നു പോകല്ലേ. ഇനി സ്പോർട്സ് വേണോ, രാഷ്ട്രീയം വേണോ? സ്പോർട്സ്. ആരാ നമ്മുടെ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ? ശ്രീജേഷ്. എന്നാ പിന്നെ രാഷ്ട്രീയം കൂടി ചോദിക്കാണ്ട് ഞാൻ എങ്ങനെയാ വിടണം? ഇത്രയും പറഞ്ഞതല്ലേ. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ 108. 108. ബാക്കി 32 പോയി. വോട്ട് ചെയ്താ? എങ്ങനെ ശരിക്കും അത്യാവശ്യം വിവരം ഒക്കെ ഉള്ള ആളാണോ? സ്വയം എന്താ തോന്നിയിട്ടുള്ളത്? അത്യാവശ്യം പ്രാക്ടിക്കൽ കാര്യങ്ങളെ പറ്റി വിവരമുണ്ട്. എല്ലാ മേഖലകളെ പറ്റി ഒന്നും വിവരമൊന്നുമില്ല. ഞാൻ പത്രമൊക്കെ വായിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും പത്രം വായിക്കോ? എല്ലാ ദിവസവും പത്രം വായിക്കുന്നതാണ്. ഹോട്ടലിൽ ഇപ്പൊ ഞാൻ ലൊക്കേഷനിലാണെങ്കിൽ ഹോട്ടലിൽ പത്രം വരുവാണെങ്കിൽ ഞാൻ വായിക്കാറുണ്ട്. പിന്നെ കാറ്റഗറൈസ് ചെയ്ത് ഞാൻ വായിക്കുന്നത്. അപ്പൊ അത് കാരണം ഞാൻ വായിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്നെ മണ്ടനാക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞാൻ മണ്ടനാണെന്നുള്ളത് ഞാൻ ആദ്യം സമ്മതിച്ചേക്കാം. അപ്പൊ ചോദിക്കാണ്ടിരിക്കുമല്ലേ? പത്രം വായിക്കുമ്പോ എങ്ങനെ ആദ്യം പുറകെ തുടങ്ങുന്ന ആളാണോ? ഞാൻ പുറകെ ഒരു മനുഷ്യനും ആദ്യം തുടങ്ങില്ല. ഞാൻ മാഗസീൻ്റെ ഒക്കെ അങ്ങനെയാണ്, എല്ലാം ഞാൻ പുറകെ തുടങ്ങുള്ളൂ. ഈ കോമിക്സ് ഒക്കെയാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത്. ചുരുക്കം പറഞ്ഞ ആകെ മൊത്തം ടോട്ടൽ തിരിഞ്ഞിരിക്കുന്ന ഒരാളാണ് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്. ഡിപ്ലോമാറ്റിക് ആവാനൊക്കെ പഠിച്ചോ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം? ഞാൻ ഡിപ്ലോമാറ്റിക് ആണ് ആക്ച്വലി. അത് ഞാൻ വളരെ ഓപ്പൺലി ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്നുവെച്ചാൽ എനിക്ക് ആരെയും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് രാത്രി ഉറക്കാൻ പറ്റില്ല ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചാൽ. അപ്പോൾ അത് കാരണം ഞാൻ ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വേറെ ഒരു ലാഭത്തിനോ ഒന്നുമല്ല. എനിക്ക് ബേസിക്കലി ഞാൻ ഭയങ്കര ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യൻ്റെ അല്ല, ഒരു ഭയങ്കര സോഫ്റ്റ് ഹാർട്ടാണ് എൻ്റെ. സെൻസിറ്റീവ് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരുടെ പെയിൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാളുടെ മുഖം മാറിയാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കത്തിൽ സൈജുവിനെ ആരും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല, സൈജുവിനെ ആരും വേദനിപ്പിക്കരുത്. അല്ല, എന്നെ വേദനിപ്പിക്കേണ്ടെന്ന് ആൾക്കാർ ഇരുന്നിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പിന്നെ അവരുടെ ഇമ്മച്യൂരിറ്റി കാരണം അവർ ചെയ്തിരിക്കണമെന്ന് ഓർത്ത് ഞാൻ പിന്നെ റിയാക്ട് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. അത് അവരുടെ പ്രശ്നമാണ് എന്നെ വേദനിപ്പിച്ചത്. ഞാനൊരു ഭയങ്കര സെയിന്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ എന്നെ മറ്റെന്താണ് സ്വാമിയോ അല്ലെങ്കിൽ സെയിന്റ് ഒന്നും ആക്കി കളയില്ലേ ഞാൻ. പക്ഷെ എന്റെ ചിന്താഗതി ഇങ്ങനെയാണ് പോകുന്നത്. ഞാനിപ്പം എന്താണ് കുറച്ച് മെച്ചുവർ ആയതിന്റെ ഒരു സംസാരമാണ്, ഫിലോസഫി അല്ല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്.
ഇത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ സൈജുവിനെ വേദനിപ്പിച്ച് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അവരെ കുറിച്ചൊന്നും സൈജു സ്പോട്ട്ലൈറ്റിൽ പറയാനും പോകുന്നില്ല, അവരെ ഒന്നും വേദനിപ്പിക്കാനും പോകുന്നില്ല അല്ലേ? അതാണ് ഇത്ര നേരം സംസാരിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. എനിക്ക് സന്തോഷം ശാലിനി. ഞാൻ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പോ പറഞ്ഞത് ഈ വർഷം എന്നല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏത് സിനിമ എടുത്താലും സൈജു കുറുപ്പിന്റെ മുഖവും ഒക്കെ പോസ്റ്ററിലും കാണുന്നുണ്ട്, എല്ലാ സിനിമയിലും കാണുന്നുണ്ട്. അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഞാൻ കാണുന്ന എല്ലാ സിനിമകളിലും സൈജു ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങൾക്ക് പഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ പടമൊക്കെ വിജയമാവട്ടെ. ഞാൻ പറഞ്ഞു നല്ല സിനിമകൾ നോക്കിയിട്ടാണ് ഞാൻ കാണാൻ പോകുള്ളൂ. ആ സിനിമകളിലൊക്കെ സൈജുവിനെ കാണാൻ